ഹിന്ദി ചാനൽ പുറത്തുവിട്ട കോഴ ആരോപണത്തിനു പിന്നിൽ CPM ജില്ലാ നേതൃത്വമാണെന്ന കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവൻ. ഇതിന്റെ തെളിവുകൾ വൈകാതെ പുറത്തുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താസമ്മേളനത്തിനിടെ MK രാഘവൻ വികാരാധീനനായി പൊട്ടിക്കരഞ്ഞു. അതേസമയം MK രാഘവനെതിരായ ആരോപണം ഗൗരവതരമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോഴ ആരോപണത്തെക്കുറിച്ച് ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഉയർത്തിക്കാട്ടിയായിരുന്നു MK രാഘവൻ വാർത്താസമ്മേളനം ആരംഭിച്ചത്. വലിയ ഗൂഢാലോചന ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തയ്ക്ക് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട്ടെ CPM നേതൃത്വവും ചില മാഫിയ സംഘവുമാണ് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഞാനത് ഇപ്പോഴും അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. സമയം വരുമ്പോൾ ഞാൻ അത് പുറത്തു വിടും. ഇതിനിടയിലാണ് രാഘവൻ വികാരാധീനനായത്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലെ അപമാനിക്കാൻ എനിക്ക് ബാക്കിയില്ല. നമ്പിനാരായണൻ പറഞ്ഞ പോലെ എനിക്ക് വേറെ മാർഗമില്ല. കാരണം ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. ചാനൽ പുറത്തുവിട്ട വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് തന്റെ ശബ്ദം കൂട്ടിച്ചേർത്തതാണ്. തന്നെ എത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം MK രാഘവനെതിരെ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തി. ഈ ആരോപണത്തെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കേണ്ടതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ തോതിലുള്ള തുക ചെലവഴിച്ചുവെന്ന് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത്രയും തുക ഇലക്ഷനിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ചട്ടലംഘനമാണ്. മീഡിയ 1 കോഴിക്കോട്.